അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പാലക്കാട് നഗരത്തിൽ നടു റോഡിൽ നമസ്കരിച്ച യുവതിയുടെ പ്രതിഷേധം. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. പാലക്കാട് നടു റോഡിൽ ഇരുന്ന സ്ത്രീയുടെ നിസ്കാരം. തിരക്കേറിയ IMA ജംഗ്ഷനിലാണ് സംഭവം. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? കുടുംബസ്വത്തിനെ കുറിച്ചുള്ള തർക്കം ജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചത് എന്ന് സ്ത്രീ വിശദീകരിക്കുകയാണ്. സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കും, പട്ടിക്ക് അപ്പിയിടാനും മുള്ളാനും. മനുഷ്യനെ നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? നടു റോഡിൽ എന്ന് പറയുമ്പോൾ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്ന ഒരു വഴിയാണ്. റോഡിലാണോ പാവരിച്ച് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. ഇവരുടെയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിമണ്ണല്ലടാ, പിണ്ണാക്ക, നല്ല ഒറിജിനൽ പിണ്ണാക്ക്. ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, വാഹനത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ സംഭവം? പോലീസ് എന്ത് നടപടിയെടുത്തു? അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടലോ? പേടിയെന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ലടോ. കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. തിരക്കേറിയ IMA ജംഗ്ഷനിലാണ് സ്ത്രീ പ്രതിഷേധ രൂപേണ നിസ്കാരം നടത്തിയത്. അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ആട്ടിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഒടിക്കും. അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിൽക്കണം. കുടുംബസ്വത്തിനെ കുറിച്ചുള്ള തർക്കം ജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചതെന്ന് യുവതി പറയുന്നു. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. കൊല്ലങ്കോട് സ്വദേശിയായ യുവതിയെ പാലക്കാട് സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ നല്ലതാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.